ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നെട്ടോട്ടമോടിയിട്ടുണ്ടോ? തൽക്കാൽ ടിക്കറ്റിനായി നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന് വെബ്സൈറ്റ് ഹാങ് ആയിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് ദീർഘനിശ്വാസം വിട്ടിട്ടുണ്ടോ? എന്നാൽ ആ പേടി സ്വപ്നങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇന്ത്യൻ റെയിൽവേ ഡിജിറ്റൽ ലോകത്ത് പുതിയ അധ്യായം കുറിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത്. സംഭവം നടന്നത് ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു. വിദ്യാർത്ഥികളുമായി സംവാദിക്കവേ സർ, ദയവായി IRCTCയിലെ ക്യാപ്ച പ്രശ്നം പരിഹരിക്കണം എന്ന് ഒരു വിദ്യാർത്ഥി പറഞ്ഞു. ആ നിമിഷം തന്നെ ഒട്ടും അമാന്തിക്കാതെ മന്ത്രി അശ്വിനി വൈഷ്ണവ് മൊബൈൽ എടുത്ത് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ചു. വിദ്യാർത്ഥികൾക്ക് പുതിയ വെബ്സൈറ്റ് വേണം, 30 ദിവസത്തിനുള്ളിൽ റെഡിയാക്കാമോ? മന്ത്രിയുടെ ചോദ്യം കേട്ടതും ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. ജൂലൈ 15-നകം പുതിയ വെബ്സൈറ്റ് സജ്ജമാക്കാം. ഈ പ്രഖ്യാപനം കേട്ട് ആർപ്പുവിളികളോടെയാണ് വിദ്യാർത്ഥികൾ മന്ത്രിയുടെ തീരുമാനത്തെ വരവേറ്റത്. വർഷങ്ങളായി യാത്രക്കാർ ഉന്നയിക്കുന്ന പരാതികൾക്ക് ഇനി പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. തൽക്കാൽ ബുക്കിംഗ് സമയങ്ങളിലെ വെബ്സൈറ്റ് ഹാങ് ആവുന്നതും OTP കിട്ടാനുള്ള കാലതാമസവും സാങ്കേതിക തകരാറുകളും ഇനി പഴങ്കഥയാകും. 2002-ൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച ശേഷം റെയിൽവേ വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിൽ 88% ടിക്കറ്റ് ബുക്കിംഗും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. 2002-ൽ ഇന്ത്യൻ റെയിൽവേ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഈ രംഗത്തുണ്ടായത്. നിലവിൽ രാജ്യത്തെ ആകെ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന്റെ 88%വും റെയിൽവേ കൗണ്ടറുകൾക്ക് പകരം ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചുള്ള വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയിരുന്നു. ഇതിനു പുറമെ ടിക്കറ്റ് ബുക്കിംഗിലെ ക്രമക്കേടുകൾ തടയുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മാത്രം 3.04 കോടി വ്യാജ സംശയാസ്പദമായ അക്കൗണ്ടുകൾ റദ്ദാക്കുകയും 2.94 കോടി അക്കൗണ്ടുകൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ടിക്കറ്റ് ബുക്കിംഗിന് പുറമെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പാക്കാൻ IRCTC വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇതിനായി ബേസ് കിച്ചണുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കും. രാജ്യത്തുടനീളമുള്ള റെയിൽവേയുടെ ഭക്ഷണശാലകളിൽ 24 മണിക്കൂറും കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. രാജ്യത്തെ 800-ലധികം IRCTC കിച്ചണുകളെ ബന്ധിപ്പിച്ച് 2394 AI അധിഷ്ഠിത ക്യാമറകളാണ് ഇതിനായി സ്ഥാപിച്ചിട്ടുള്ളത്. ദില്ലിയിലെ സെൻട്രൽ വാർ റൂമിലിരുന്നാണ് ഈ ക്യാമറകൾ തത്സമയം നിരീക്ഷിക്കുന്നത്. ട്രെയിനുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ശുചിത്വമില്ലായ്മയ്ക്ക് കാരണമായേക്കാവുന്ന 9 തരത്തിലുള്ള അപാകതകൾ കണ്ടെത്താൻ ഈ AI സംവിധാനത്തിന് സാധിക്കും. പുതിയ ഡിജിറ്റൽ പരിഷ്കാരങ്ങളിലൂടെ യാത്രക്കാർക്ക് മികച്ച സേവനം നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു.